അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഷഹബാസിൻ്റെ കൊലപാതകം, കുറ്റാരോപിതരായ 5 വിദ്യാർത്ഥികളും നാളെ SSLC പരീക്ഷ എഴുതും. അതായത് നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ഇന്നാണ് കാണുന്നത്. അതപ്പോൾ ആ ന്യൂസ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്നായിട്ടിരുന്നത്. ഇന്ന് അവന്മാരെ പോലെ എഴുതേണ്ട ഒരു പയ്യൻ, ആ ഒരു പയ്യനെ അവന്മാരെല്ലാവരും കൂടി തല്ലിക്കൊന്നു. എന്നിട്ട് അതിൻ്റെ പേരിൽ അവന്മാർക്ക് ശിക്ഷ കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇതേപോലെയുള്ള ഓപ്ഷൻസ് നമ്മുടെ നിയമങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നാളെ ഇനി വേറെ തന്നെ കൊന്നാലും ഒന്നും വരാനില്ല എന്നുള്ള ഇവന്മാരുടെയൊക്കെ ബോധത്തിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ കേൾക്കാത്തൊരു ന്യൂസില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തല്ല്, കുത്ത്, എന്തോരം കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നാടിന് ആപത്തെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇവരെയൊക്കെ എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റ് പോലും അല്ലേ ഇത്. പക്ഷേ ഈ കണ്ടന്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു കണ്ടന്റിൽ ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു മദ്യം ഒരു ഉത്സവമോ അല്ലെങ്കിൽ ഓണോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മദ്യം വിറ്റിട്ട് അത് ഏത് ഔട്ട്ലെറ്റാണോ വിറ്റത് അവിടെ ആഘോഷമാക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതായത് മദ്യം വിറ്റുകൊണ്ട്, അതായത് ലഹരി വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് വളർന്നു വരുന്ന പിള്ളേര് അത് കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കും ഉണ്ടാവും ഇതേപോലെ അവർ ചെയ്യുന്ന കാര്യം ഭയങ്കര മാസമാണെന്ന് കാണിക്കും. നമ്മുടെ മീഡിയാസ്, നിയമങ്ങൾ ഇതൊക്കെ എല്ലാം അലോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ വരുന്നത്. അതായത് മീഡിയാസിൽ വരും ഇന്നവരാണ് ഫസ്റ്റ്. അതായത് ഒരു ഓണം വന്നു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്തെ ഔട്ട്ലെറ്റ് ഫസ്റ്റ് അടിച്ചു, അല്ലെങ്കിൽ ആലപ്പുഴ അല്ലെങ്കിൽ ഇതുപോലെ കോട്ടയം ഔട്ട്ലെറ്റ് ഫസ്റ്റ് അടിച്ചെന്ന് പറഞ്ഞ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? അത് കാണുന്ന പിള്ളേർ, അത് കാണുന്ന കുട്ടികൾ. പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വരുന്ന ഒരു കുട്ടിയെ അവർ തല്ലാൻ പറ്റില്ല, തല്ലാൻ ഒരു രക്ഷിതാക്കൾക്ക് തല്ലാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സിനെ തല്ലാൻ പറ്റില്ല. അവരവരുടെ സ്വാതന്ത്ര്യം അങ്ങ് ആഘോഷിക്കുകയാണ്, അത് എക്സ്പ്ലോർ ചെയ്യുകയാണ്. അതായത് അവർക്ക് എന്തും കാണിക്കാമെന്ന് വന്നു. അതായത് 15 അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് എന്തും കാണിക്കാമെന്ന് വന്നു. ആരെയും പേടിക്കേണ്ട എന്നുള്ള രീതിയിലായി തുടങ്ങി നമ്മുടെ നിയമങ്ങൾ കർശനമായതോടുകൂടി. അതായത് നീതി എല്ലാവർക്കും കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷെ അത് നീതി നമ്മൾ അതിന് മിസ്യൂസ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു നല്ലൊരു സൈഡും ഉണ്ട്, അതിനൊരു ബാഡ് സൈഡും ഉണ്ട്. ഇപ്പോൾ ഇതിൽ ബാഡ് സൈഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതായത് പല കുട്ടികൾക്കും ടീച്ചേഴ്സിൻ്റെ നേരെ നിന്നൊക്കെ ഒരുപാട് അനാസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്